ശ്രീലങ്കയുടെ കോൺസുലേറ്റ് പദവി നേടി മലയാളികൾക്ക് മുഴുവൻ അഭിമാനമായി മാറിയ ബിജു കണ്ണന്റെ വിശേഷങ്ങളാണ് ഇന്ന് നവകേരള എന്റർടൈൻമെന്റ് ടി വി പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. ശ്രീലങ്കൻ കോൺസുലേറ്റ് പദവി നേടിയ ശ്രീ ബിജു കണ്ണൻ സാറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. സാർ നമസ്കാരം. അപ്പോൾ സാറിനെ എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് ബിജു കണ്ണൻ എന്ന പേരും നമ്മുടെ ശ്രീലങ്കൻ കോൺസുലേറ്റ് പദവിയും ഇതിനേക്കാൾ കൂടുതൽ മലയാളികൾക്ക് ആത്മബന്ധമുള്ളത് നിറപറ അല്ലേ? നിറപറ എന്ന ഒരു ഇതിൽ കൂടിയാണ് സാറിന് ഏറ്റവും കൂടുതൽ. അപ്പോൾ ആദ്യം തന്നെ അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ സാറിന് എല്ലാവിധ അഭിനന്ദനങ്ങളും. കാരണം നമ്മുടെ മലയാളികളെ അഭിമുഖീകരിച്ചുകൊണ്ട് ശ്രീലങ്കയിൽ ഒരു കോൺസുലേറ്റ് ജനറലായിട്ട് ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തതിൽ ഏറ്റവും കൂടുതൽ അഭിനന്ദനങ്ങൾ നവകേരളയുടെ ഭാഗത്തു നിന്നും. അപ്പോൾ സാറിന് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഞാനൊരു ബിസിനസ്സുകാരനാണല്ലോ. തീർച്ചയായിട്ടും നിറവറ എന്ന് പറയുന്ന ഒരു ഫുഡ് കമ്പനിയുടെ സാരഥിയാണ്. എൻ്റെ അച്ഛൻ തുടങ്ങി വെച്ച പ്രസ്ഥാനമാണ്. അതിൽ നിന്ന് ഞാൻ പിന്നീട് അത് ബ്രാൻഡിനെ വിദേശ രാജ്യങ്ങളിലും എല്ലാം തന്നെ 48 രാജ്യങ്ങളിലേക്ക് എത്തിച്ചു. എല്ലാ മലയാളികളും എവിടെയൊക്കെ ഉണ്ട് അവിടെ എല്ലാം എത്തുന്ന ഒരു ബ്രാൻഡ്. അപ്പോൾ അങ്ങനെ ബിസിനസ് തലത്തിൽ നമ്മൾ AKR ഗ്രൂപ്പ് എന്ന് പറയുന്ന പ്രസ്ഥാനം പല തരത്തിലുള്ള ബിസിനസ്സുകളുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. അപ്പം സാറ് നേരത്തെ പറഞ്ഞ പോലെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അച്ഛനായിട്ട് തുടങ്ങി വെച്ച ആ ഒരു ബിസിനസ് അതൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്തു അല്ലേ? അപ്പോൾ അവിടുന്ന് ഇങ്ങ് വരുമ്പോഴത്തേക്കും ആ ഒരു ചെറു പ്രായത്തിൽ തന്നെ അത്രയും വലിയ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഏറ്റു വാങ്ങിയത് കൊണ്ട് തന്നെ ഇത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് അല്ലെങ്കിൽ വലിയൊരു ഓവർ ബേർഡൻ ആയിട്ട് സാറിന് തോന്നുന്നില്ലായിരിക്കാം. എങ്കിൽ പോലും നമ്മൾ പ്രേക്ഷകർ ഞങ്ങളെല്ലാം ചിന്തിക്കുമ്പോഴത്തേക്കും ഒരു കോൺസുലേറ്റ് പദവി കിട്ടുക എന്ന് പറയുമ്പോഴത്തേക്കും അതിനനുസരിച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട് അല്ലേ? രണ്ട് ഭാഗത്ത് നിന്ന് തിങ്ക് ചെയ്യുമ്പോഴത്തേക്കും. കാരണം നമ്മുടെ മലയാളികളെ അല്ലെങ്കിൽ മലയാളികളുടെ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് ശ്രീലങ്കയ്ക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടുകൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സാറിൻ്റെ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ സാറിൻ്റെ ഒരു കടമകൾ എന്താണ് എന്ന് ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും. ഇത് നമ്മൾ നയതന്ത്ര ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി 1963 വിയന്ന കൺവെൻഷനിൽ വച്ചിട്ട് UN ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധാനം. കാരണം ഇങ്ങനെ എല്ലാ രാജ്യത്തും എംബസികളും കോൺസുലേറ്റുകളും ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ ഒരു കോൺസുലേറ്റ് ശ്രീലങ്ക തുറന്നത്. അപ്പോൾ അതിൻ്റെ കോൺസുലേറ്റ് ജനറലായിട്ടാണ് എന്നെ അങ്ങനെ തിരഞ്ഞെടുത്തത്. ഒരു ഓണററി കോൺസുലേറ്റ് ജനറലാണ്. കാരണം പലപ്പോഴും അറിയാമല്ലോ, കോൺസുലേറ്റുകളുടെ ഹെഡായിട്ട് വരുന്നതെല്ലാം തന്നെ അതാത് രാജ്യങ്ങളിലെ ആൾക്കാരാണ്. ഇത് നമ്മളെ വളരെ അപൂർവമായിട്ട് വിയന്ന കൺവെൻഷനിൽ നടന്നപ്പോൾ ഈ രാജ്യത്തു നിന്നും ഓണററി ആയിട്ട് ഒരു ആളെടുക്കാം എന്നുള്ളൊരു സംവിധാനം. അങ്ങനെ വരുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റും ശ്രീലങ്കൻ ഗവൺമെൻറ്റും കൂടിയിട്ട് അവരുടെ പ്രൈം മിനിസ്റ്റർമാരെല്ലാം കൂടിയിട്ടുണ്ടാകുന്ന ഒരു സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ ദീർഘസമയമെടുത്ത് ആ ഒരു വ്യക്തിയെ പറ്റി അന്വേഷിച്ച് അതിനെപ്പറ്റിയുള്ളൊരു തീരുമാനം ഉണ്ടാക്കി NOC ഒക്കെ തയ്യാറാക്കി 2 രാജ്യങ്ങളും തീരുമാനിച്ച് പോസ്റ്റ് ചെയ്യേണ്ട ഒരു പോസ്റ്റിംഗ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഇന്ത്യൻ പ്രസിഡന്റിൻ്റെ ഗസറ്റ് നോട്ടിഫിക്കേഷനോട് കൂടിയാണ് ഈ പോസ്റ്റിംഗ് സംഭവിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ആ ഒരു പോസ്റ്റിൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെയാണ് ഈ ശരിക്കും പറയാം എൻ്റെ ചാർജ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഒരു ജൂറിസ്ഡിക്ഷനാണ്. കേരളത്തിൻ്റെ ചാർജാണ് എനിക്ക് തോന്നുന്നത്. കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റും എല്ലാമായിട്ടുള്ള നയതന്ത്ര ബന്ധം ശ്രീലങ്ക ഗവൺമെൻറ്റിന് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ആ നയതന്ത്ര ബന്ധങ്ങൾ നിലനിർത്തുന്ന വലിയ ഉത്തരവാദിത്തമാണ്. ആ രാജ്യത്തിൻ്റെ എല്ലാവിധ ആവശ്യങ്ങളും നമുക്ക് നിയമപരമായ ആവശ്യങ്ങളിലൂടെ നേടിയെടുക്കുക. അതിനു വേണ്ടിയുള്ള റെപ്രസെൻറ്റേറ്റീവായിട്ടാണ് ഈ കോൺസുലേറ്റ് ജനറൽ എന്ന് പറയുന്ന പോസ്റ്റ്. അപ്പോൾ പല കാര്യങ്ങളും ആ രാജ്യത്തിന് നടത്തേണ്ടത്. പല കാര്യങ്ങളും പറയാമല്ലോ. ശ്രീലങ്കൻ നാഷണാലിറ്റീസ് കൂടെ വരുമ്പോൾ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, അവരോട് വന്ന് അപകടത്തിൽ കൂടുമ്പോൾ അവരുടെ കാര്യങ്ങൾ ചെയ്യുക. പറയാം, ഒരുപാട് ഫിഷർമാനുകളെല്ലാം തന്നെ നമുക്കറിയാം അവിടെ നിന്ന് അതിർത്തി കിടന്ന് അവർ വന്ന് ഫിഷുകളെല്ലാം പിടിക്കുമ്പോൾ അപ്പോൾ അങ്ങനെ വരുമ്പോഴൊക്കെ ചിലപ്പോൾ അറിയാതെ അതിർത്തി അറിയാതെയൊക്കെ കടന്നു പോകുമ്പോൾ അവരിവിടെ വരുമ്പോൾ നമ്മുടെ ഇവിടുത്തെ പോലീസും സംവിധാനങ്ങൾ അറസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുക, അവർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുക, പോലീസ് ഡിപ്പാർട്ട്മെന്റ് സംസാരിച്ച് അവർക്ക് വേണ്ട നിയമപരമായ കാര്യങ്ങൾ ചെയ്യുക. നിയമപരമായി നിന്നുകൊണ്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റുമായിട്ടും എല്ലാം ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, നയതന്ത്രമായി ബന്ധം നിലനിർത്തുക. അതുകൂടാതെ ബിസിനസ് ട്രേഡുകൾ നമുക്ക് നിർത്തുക. അങ്ങനെ ഉത്തരവാദിത്തങ്ങളുണ്ട്. ബിസിനസ് ട്രേഡുകൾ അപ്പോൾ നമുക്ക് ശ്രീലങ്കയ്ക്ക് ആവശ്യമുള്ള ബിസിനസ്സുകൾ നമുക്ക് ഇവിടെ നിന്ന് ആവശ്യമുള്ള ആൾക്കാർക്ക് അവിടേക്കും അവിടെ നിന്ന് ഇവിടേക്കും ചെയ്യേണ്ട കാര്യങ്ങൾ. അതേപോലെ തന്നെ ശ്രീലങ്ക ഗവൺമെൻറ്റിന് ഒരുപാട് കാര്യങ്ങളിൽ തന്നെ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ. ഇപ്പോൾ തന്നെ അവരുടെ ഏറ്റവും വലിയ സംഭവമാണ് അവരുടെ ഈ ഓഷ്യൻ റിസോഴ്സ്. ഈ നമ്മുടെ അറിയാലോ, നമ്മുടെ ഡീപ് സീയിലുള്ള പല കാര്യങ്ങളും സംരക്ഷിക്കുക എന്നുള്ള
കാര്യങ്ങൾ അവർക്ക് ആവശ്യം. അപ്പോൾ അങ്ങനെ അതിനെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇവിടുന്ന് ടെക്നോളജികൾ 2 രാജ്യങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുക, അതേപോലെ കാര്യങ്ങൾ ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ ശരിക്കും ശ്രീലങ്കയും ഇന്ത്യയുമായിട്ട് അല്ലെങ്കിൽ ശ്രീലങ്കയും കേരളവുമായിട്ടുള്ള കൂടുതൽ ബന്ധങ്ങൾ നിലനിർത്തുന്നത് നമുക്ക് കടൽ മാർഗ്ഗം കൂടെയും എല്ലാം നിലനിർത്തുന്ന കാര്യങ്ങളെല്ലാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ശ്രീലങ്കയെ എങ്ങനെയൊക്കെ ശ്രീലങ്കൻ ടൂറിസത്തെ നമ്മുടെ കേരളത്തിൽ മാർക്കറ്റ് ചെയ്യാം, അതേപോലെ തന്നെ നമുക്ക് പലതരം ടെക്നോളജികൾ അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് പല കൊളാബറേഷനുകൾ, ഇപ്പോൾ ഡിഫൻസ്, ഇന്ത്യൻ ഓഷൻ, അങ്ങനെ സെക്യൂരിറ്റി, ഇങ്ങനത്തെ ആൾക്കാരുടെ പല കൊളാബറേഷൻ ചെയ്തിട്ട് അവിടുത്തെ നയന്ത്രണങ്ങൾ നടത്താം. അതേപോലെ തന്നെ എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ കയറ്റിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ബിസിനസ് ട്രേഡുകൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഞാനിപ്പോൾ തന്നെ ഇവിടെ പല ബിസിനസ് മീറ്റിങ്ങുകളും വിളിച്ചുകൊണ്ട് അസോസിയേറ്റ് വിളിച്ചുകൊണ്ട് നമുക്ക് അവിടെ ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരെ കൂടുതൽ നമ്മൾ അങ്ങോട്ട് ക്ഷണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, ഇതെല്ലാം എൻ്റെ പണിയുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനൊരു ബിസിനസ്സുകാർക്ക് തന്നെയാണ് ഈ പോസ്റ്റ് കൊടുക്കുന്നത്. കാരണം കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുക എന്നുള്ള ചില കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും വലിയ ഒരു പോസ്റ്റ് തന്നെ, ഒരു ഉത്തരവാദിത്വം തന്നെയാണ്. അപ്പോൾ സാർ, നിറപറ എന്ന് പറയുന്ന വലിയൊരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ അതിങ്ങനെ നീണ്ടു കിടക്കുകയാണ്. അപ്പം അതൊരു വലിയ ഉത്തരവാദിത്വം തന്നെയാണ്. ആ ഉത്തരവാദിത്തങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ മറ്റൊരു വശത്ത് ഒരു രാഷ്ട്രത്തിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അല്ലെ ശ്രീലങ്കൻ കോൺസുലേറ്റ് പദവി സാറ്, അപ്പോൾ ആ ഒരു കർത്തവ്യനിരതനാവുക എന്ന് പറയുമ്പോഴത്തേക്കും അത് കുറച്ചും കൂടെ ഒരു സാറിൻ്റെ ഔദ്യോഗിക പദവി അല്ലെങ്കിൽ സാറിൻ്റെ സമയം തിരക്കുകളൊക്കെ കുറച്ചും കൂടെ കൂടിയില്ലേ ആ ഒരു പദവി മാറിയപ്പോഴത്തേക്കും, ഈ ഒരു പുതിയ പദവി സാറിന് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും? തീർച്ചയായിട്ടും. കാരണം ഇത് അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്, കൂട്ടത്തിൽ ഈ ഉത്തരവാദിത്വം വരുന്നത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വളരെ പ്ലാനിങ്ങോടുകൂടി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടൊരു പ്രസ്ഥാനത്തെ കൊണ്ടുനടന്ന് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ സമയമുണ്ടാകും. അപ്പോൾ എല്ലാ കാര്യം ചെയ്യാൻ പറ്റും. 24 മണിക്കൂറാണല്ലോ എല്ലാവർക്കും ഉള്ളത്. ഇവിടുത്തെ ഏറ്റവും വലിയ ഗ്രൂപ്പായ റിലയൻസിനുള്ളത് 24 മണിക്കൂറാണ്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മളങ്ങനെ വലിയ ആൾക്കാരൊന്നും അല്ലല്ലോ. അപ്പോൾ നമ്മുടെ കറക്റ്റായിട്ടുള്ള ഒരു ടൈം പ്ലാനിങ് ഉണ്ടെങ്കിൽ, ഒരു കറക്റ്റായിട്ടുള്ള സിസ്റ്റമാറ്റിക്കുള്ള സംവിധാനം ഉണ്ടെങ്കിൽ വളരെ നന്നായിട്ട് എല്ലാ കാര്യവും കൊണ്ടുനടക്കാൻ സാധിക്കും, മാനേജ് ചെയ്യാൻ സാധിക്കും. തീർച്ചയായിട്ടും. പിന്നെ തീർച്ചയായിട്ടും ഇതെല്ലാം തന്നെ അങ്ങനെ എല്ലാവർക്കും ഒരു ഭാഗ്യം കിട്ടുന്നതല്ലല്ലോ. അപ്പോൾ നമുക്കത് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. അങ്ങനെ പല രാജ്യങ്ങളുമായി, പല ഡിപ്ലോമാറ്റ്സുമായിട്ട് ഒന്നിച്ച് പ്രവർത്തിക്കാൻ, നമുക്ക് പല രാജ്യങ്ങളിലെ ഡിപ്ലോമാറ്റ്സ് സംസാരിക്കാം, വേറെ രാജ്യത്തിൻ്റെ മന്ത്രിമാരും പ്രൈം മിനിസ്റ്റർമാരായിട്ട് ഒന്നിച്ചിരുന്ന് പല കാര്യങ്ങൾ തീരുമാനിക്കുക എന്നൊക്കെ പറയുന്നത് അത് വേറൊരു എക്സ്പോഷറാണ്. അപ്പോൾ അത് കിട്ടുക എന്ന് പറയുന്നത് അത് നമുക്ക് അങ്ങനത്തെ ഒരു എക്സ്പോഷർ നമുക്ക് ജീവിതത്തിൽ കിട്ടുന്നത് തീർച്ചയായിട്ടും നമുക്ക് പിന്നീടുള്ള ലൈഫിലും പിന്നീടുള്ള ബിസിനസ്സിലെല്ലാം തന്നെ കുറച്ചും കൂടി നമുക്ക് വലുതാവാൻ സാധിക്കും, ശോഭിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത് നല്ലൊരു കാര്യമാണെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലായിടത്തും അന്വേഷിച്ച് കഴിഞ്ഞപ്പം അറിയാൻ കഴിഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, സാറ്, അതായത് നമ്മുടെ ഈ കോൺസുലേറ്റ് പദവി നേടിയ ബിജു കണ്ണൻ സാറ് ഒരു യാത്രാപ്രേമി കൂടിയാണ്. അപ്പോൾ ഈ ഒരു ബിസിനസ് സ്ഥാപനവും അതുപോലെ ഈ പദവിയും, ഔദ്യോഗിക പദവിയും, ഈ കോൺസുലേറ്റ് ജനറൽ ഓഫ് ശ്രീലങ്ക ഈ ഒരു പദവിയും സാറിൻ്റെ യാത്രകൾക്കോ അല്ലെങ്കിൽ സാറിൻ്റെ ഒരു പ്രൈവസി ഉണ്ടല്ലോ, യാത്ര അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിസിറ്റ് ആയിക്കോട്ടെ, അതിനൊക്കെ ഏതെങ്കിലും രീതിയിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ടോ? എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഫ്ലാഗ്, ശ്രീലങ്ക ഫ്ലാഗ്, ഇന്ത്യൻ ഫ്ലാഗ്, അതുപോലെ തന്നെ സാറിൻ്റെ വണ്ടിക്ക് ആണെങ്കിലും ഒരു ഇതുണ്ടല്ലോ, ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ നോട്ടീസ് ചെയ്യും. പ്രത്യേകിച്ചും ഈ യാത്രാപ്രേമികൾ കാറും അതിൽ നമ്പർ പ്ലേറ്റ് എല്ലാം നോട്ട് ചെയ്യും. അപ്പം അങ്ങനെ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ അങ്ങനത്തെ എന്തെങ്കിലും ഈ പദവിയിലേക്ക് വന്ന ശേഷം? അങ്ങനെ ഒരു ബുദ്ധിമുട്ടില്ല. തീർച്ചയായിട്ടും ഇങ്ങനൊരു പദവി ഏറ്റെടുക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടി അച്ചടക്കമുള്ള ആളായി മാറേണ്ടതുണ്ട്. പിന്നെ അതിൻ്റെ വളരെ ഉത്തരവാദിത്വമുള്ള കാര്യമാണ്. ആ ഒരു രാജ്യത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. ആ രാജ്യത്തിൻ്റെ അന്തസ്വാഭിമാനവും നിലനിർത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് എന്നുള്ളൊരു ബോധമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. പിന്നെ തീർച്ചയായിട്ടും നമുക്കിതെല്ലാം തന്നിരിക്കുന്നത് നമുക്കതിനുള്ളൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്നതിന് വേണ്ടിയല്ലേ, ഇവിടെ കയറി ചെല്ലുന്നതിനും അതുപോലെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു അനുവാദമാണ് ഇന്ത്യ ഗവൺമെൻറ് തന്നിരിക്കുന്നത്. അപ്പോൾ അവരെ പ്രതിനിധീകരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ ചട്ടക്കൂടിൽ നിൽക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തം. അതായത് രണ്ട് രാജ്യത്തിൻ്റെയും ആ ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം. അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഉണ്ടാവണമെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണല്ലോ ഏറ്റെടുക്കുന്നത്. പിന്നെ അവരും അതിനെക്കുറിച്ച് ഒരുപാട് പഠിച്ചിട്ടാണ് നമ്മളെ ഈ പോസ്റ്റ് എല്ലാം ഏൽപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉത്തരവാദിത്വം മുന്നോട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഉത്തരവാദിത്വം ഉണ്ടാവണം, അച്ചടക്കം ഉണ്ടാവേണ്ടത് തീർച്ചയായിട്ടും എല്ലാ പ്രസ്ഥാനത്തിലും ഇതില്ലെങ്കിലും നമുക്ക് ആവശ്യമാണ്. അപ്പോഴാണ് നമുക്ക് വളർച്ചയുണ്ടാകും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നമുക്ക് പോകാൻ സാധിക്കുന്നത്.
ഒരു രാജ്യത്തിൻ്റെ ഒരു പദവി കിട്ടുകയാണ്. അത് നമ്മൾ ശ്രീലങ്കയും ഇന്ത്യയും നയതന്ത്രപരമായിട്ട് ആ ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെ വേണം അത് മുമ്പോട്ട് പോകാനായിട്ട്. അപ്പോൾ ഇങ്ങനെ 2 രാജ്യങ്ങൾ തമ്മിലുള്ളൊരു ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു പദവി സാറിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി പ്രൊസീജിയേഴ്സ് ഉണ്ട് അല്ലേ? കാരണം ശ്രീലങ്ക ഗവൺമെൻറ്റും ഇന്ത്യ ഗവൺമെൻറ്റും ഇതിലൊത്തിരി കാര്യങ്ങൾ ഇൻവോൾവ് ആവുന്നുണ്ട്. അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊസീജിയേഴ്സും കാര്യങ്ങളും എനിക്കറിയാം. സാറിന് പറയാൻ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഒരു പദവി ഇങ്ങനെ ഹാൻഡിൽ ചെയ്യുമ്പോൾ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം നമുക്ക് വേണ്ടിയിടുന്നു. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. കാരണം നമുക്ക് എങ്ങനെയാണ് ബന്ധപ്പെടേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നെല്ലാം തന്നെ അത് ആ ശ്രീലങ്കൻ ഗവൺമെൻറ് നമ്മൾ നിർദ്ദേശിച്ചിരുന്നു. അപ്പോൾ ആ ഒരു രീതി, ആ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട്, ആ ഒരു സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതിന് എങ്ങനെ സമീപിക്കണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതെല്ലാം തന്നെ നമുക്ക് അവർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ രാജ്യത്തും എല്ലാ രാജ്യത്തും അതിനൊരു ഒരു പൊതുഭരണ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലൊരു പ്രോട്ടോക്കോൾ ടീമുകളുണ്ട്. അവരെ സമീപിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ സുഗമമായിട്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി തന്നെ നമ്മുടെ എല്ലാ സ്റ്റേറ്റുകളിലും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലും അങ്ങനെ പ്രോട്ടോക്കോൾ ടീമുകളുണ്ട്. അപ്പോൾ അവർ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ കാര്യം സ്വീകരിച്ച് ചെയ്യുന്നതിന് വേണ്ടി നോക്കിയിരിക്കണം. അപ്പോൾ ആ ഒരു ചട്ടക്കൂടിൽ നിന്ന് പ്രവർത്തിക്കാൻ വളരെ സുഗമമായിട്ട് ചെയ്യാൻ നമുക്ക് അതിനുള്ള പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ട്. നമുക്ക് എന്ത് കാര്യം ചെയ്യുമ്പോൾ അതിനൊരു സ്വീകാര്യതയുണ്ട്. അതുപോലെ തന്നെ ആ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. വളരെ ഫാസ്റ്റായിട്ട് ചെയ്തു തരും. അത് തന്നെയാണല്ലോ നയതന്ത്ര ബന്ധങ്ങൾ നിലനിർത്തുക. രാജ്യങ്ങൾ നമ്മൾ നിലനിർത്തുന്നതിന് വേണ്ടി ഏറ്റവും സ്പെഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ എല്ലാ ഗവൺമെൻറ്റുകളിലും. അത് തീർച്ചയായിട്ടും നമുക്ക് ആ ചട്ടക്കൂടിൽ നിന്ന് പ്രവർത്തിക്കുമ്പോൾ അവരുടെ എല്ലാം തന്നെ സഹകരണം വളരെ ഫാസ്റ്റായിട്ട് കിട്ടും. തീർച്ചയായിട്ടും അത് കൊണ്ടുനടക്കാവുന്നതാണ്. ഈ ഒരു ഔദ്യോഗിക പദവി നിലനിർത്തിക്കൊണ്ട് തന്നെ അതേസമയം ബിസിനസ്സും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഫാമിലിയുമായിട്ട് ചിലവഴിക്കാനുള്ള ഒരു സമയം, നമുക്ക് ആ ഒരു ടൈം പീരീഡ് എന്ന് പറയുന്നത്, ഇതൊക്കെ വളരെ ഈസി ആയിട്ട് സാർ കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ ആ ഫാമിലി വിശേഷങ്ങളും എല്ലാം ആയിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എനിക്ക് തീർച്ചയായിട്ടും എനിക്ക് ഭാര്യയും 3 കുട്ടികളാണ്. ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയാണ്. തീർച്ചയായിട്ടും അതിനുള്ള സമയമുണ്ട്. തീർച്ചയായിട്ടും നമുക്കിത് ഞാൻ പറഞ്ഞല്ലോ, ഇത് തീർച്ചയായിട്ടും ഓണററി ഒരു പോസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കൊണ്ട് നടക്കാം, ഈ പോസ്റ്റ് കൊണ്ട് നടക്കാവുന്നതാണ്. അതെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പോസ്റ്റിനെ ഒരു ഓണററി ആയിട്ട് തരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നിലനിർത്തുന്നതിന് വേണ്ടി, ചെയ്യുന്നതിന് വേണ്ടി ഫാമിലിയുടെ കാര്യം നോക്കാൻ സമയമുണ്ട്. അപ്പോൾ അതിലും തീർച്ചയായിട്ടും നമുക്ക് അതിന് എല്ലാ കാര്യങ്ങളും നമ്മുടെ ബിസിനസ് കാര്യങ്ങൾ യാത്ര ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളുള്ളൂ. അപ്പോൾ അത് തീർച്ചയായിട്ടും എല്ലാ കാര്യം കൊണ്ടു നടക്കാൻ സമയമുണ്ട്, കൊണ്ടു നടക്കാൻ പറ്റുന്നുണ്ട്. നമുക്കറിയാം നിറപറ ഇങ്ങനെ നിറസാന്നിധ്യമായിട്ട് നിലനിൽക്കുകയാണ്. അതിൻ്റെ ഒരു ബിസിനസ് എന്ന് പറയുന്നത് വളരെ വിജയകരമായിട്ട് തന്നെ മുൻപോട്ട് പോകുന്നു. അപ്പോൾ നിറപറയുടെ ഫ്യൂച്ചർ പ്രൊഡക്റ്റുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പുതിയ പ്രൊഡക്റ്റുകൾ, അതിനെക്കുറിച്ച് നിറപറയുടെ കുറച്ച് വിശേഷങ്ങൾ എന്തൊക്കെയാണ്? നിറപറ എന്ന് പറയുമ്പോൾ നമ്മൾ അരി എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റിൽ തുടങ്ങിയതാണ്. നിറപറ അരിയാണ് ആദ്യമായിട്ട് നമ്മൾ ബ്രാൻഡ് ചെയ്ത് കളർഫുൾ ബാഗിൽ, ലാമിനേറ്റ് ബാഗിലൊക്കെ 5 കിലോ 10 കിലോ ബാഗിൽ കൊണ്ടുവന്നത് നമ്മളാണ്. അരിയെ ബ്രാൻഡ് ചെയ്തത് നമ്മളാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് നിറപറ മറ്റുള്ള ബ്രേക്ക്ഫാസ്റ്റ് പ്രോഡക്ട്സിലേക്കും, മസാല, പിക്കിൾ, അങ്ങനെ ഒരുപാട് പ്രോഡക്ട്സിലേക്ക് വന്നു. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ഓട്സ് വന്നു, പിന്നെ ഗീ വന്നു, ചായ വന്നു, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇപ്പോൾ 480ഓളം പ്രോഡക്ട്സ് ഉണ്ട്. 41 രാജ്യങ്ങൾ, 42 രാജ്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എവിടെ മലയാളി ഉണ്ടോ അവിടെ എല്ലാ റാക്കിലും നമ്മുടെ സാധനം. അത് തന്നെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻറ്റാണ്. ഇനിയുള്ള കാര്യങ്ങൾ നമ്മൾ ഫ്രോസൺ സാധനങ്ങൾ ഇറക്കി. യൂറോപ്യൻ കൺട്രികളിലെല്ലാം തന്നെ മലയാളികളെല്ലാം തന്നെ നമുക്കറിയാം അവിടെ ഈ ഫ്രോസൺ കൂടുതൽ ഉപയോഗിക്കുകയാണ്. റെഡിയായിട്ട് ചൂടാക്കി കഴിക്കാതെ ഇഡ്ഡലി, അല്ലെങ്കിൽ ദോശ, അങ്ങനത്തെ സാധനങ്ങൾ, കറികളും, അങ്ങനെ എല്ലാ സാധനങ്ങളും തന്നെ ഫ്രോസൺ നമുക്ക് അത് ഇപ്പോൾ വരിക. അതുകൂടാതെ നമ്മൾ ഈ കാറ്ററിംഗ് ഡിവിഷനുകളിലേക്ക് കുറേയൊക്കെ, അല്ലെങ്കിൽ സ്റ്റാർ ഹോട്ടൽസിൻ്റെ അകത്തേക്ക് പോകുന്ന കുറേ റെഡി ടു കുക്ക് പ്രോഡക്ട്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഗ്രേവികൾ, അതേപോലെ തന്നെ നമ്മൾ തന്നെ ചോറ്, അങ്ങനെ തന്നെ പാക്കറ്റിൽ കുക്ക് ചെയ്ത ചോറുണ്ട്. അപ്പോൾ അത് നേരെ 3 minutes ആ പാക്കറ്റ് എപ്പോഴും ചൂടുവെള്ളത്തിലിട്ട് പൊട്ടിച്ച ചോറ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അതുപോലെ അപ്പോൾ നമുക്ക് ഇൻസ്റ്റന്റ് ഇടിയപ്പം എന്ന് പറയുന്ന സാധനം കുറച്ച് ഡ്രൈ ആണ്. അങ്ങനെ നമ്മളിത് പൊട്ടിച്ചാലും അതേ ചോറ് അങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് സാധനം എന്ന് പറയുന്നത് ഉള്ളി എല്ലാം ഞങ്ങൾ കൂടുതലും ഈ ഷെഫുകൾ എല്ലാം ഉള്ളി നന്നാക്കി, ഏറ്റവും കൂടുതൽ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഉള്ളിയാണ്. അപ്പോൾ ആ ഉള്ളി നന്നാക്കുന്നതിനും അതിനൊക്കെ കുറച്ചുള്ള കോസ്റ്റ് നന്നായി കൂടുതൽ എപ്പോഴും ഉണ്ട്. അപ്പം നമ്മൾ എന്താണ് ഉള്ളി ചോപ്പ് ചെയ്യുന്നു, അതുപോലെ വഴറ്റുന്നു, അല്ലെങ്കിൽ വറുക്കുന്നു, അത് ചെയ്തിട്ട് വേണം അറിയുന്നത്. അപ്പം നമ്മൾ റെഡി പാക്കറ്റിൽ വഴറ്റി വറുത്ത് അങ്ങനെ സാധനം. അപ്പോൾ അത് പോകുന്നതെല്ലാം തന്നെ നേരെ സ്റ്റാർ ഹോട്ടൽസിൻ്റെയും, അതേപോലെ തന്നെ
അടുക്കളയ്ക്ക് കുറേയൊക്കെ കിച്ചണിൻ്റെ അകത്തേക്കാണ്. അപ്പോൾ അവിടെ കുറച്ചുകൂടി ഷെഫുകൾക്ക് ഈസി ആക്കാവുന്ന ഗ്രേവി, സാമ്പാർ ഗ്രേവി 5 minutes കൊണ്ട് ഗ്രേവി പ്ലസ് കഷ്ണം ഇട്ട് തിളപ്പിച്ച സാമ്പാർ ഉണ്ടാവും. അപ്പം അങ്ങനത്തെ കുറച്ചും കൂടി കുറേയൊക്കെ ഡിവിഷൻസിൻ്റെ സ്പെഷ്യൽ പ്രോഡക്റ്റ്സ് ആയിട്ട്, സ്പെഷ്യൽ കിച്ചണിൽ ഞങ്ങൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ്സ് ആയിട്ട് ഇപ്പോൾ ഞങ്ങൾ കുറേയൊക്കെയിലേക്ക് കുറച്ചുകൂടി വലിയൊരു ഡിവിഷനാണ് കുറേയിലേക്ക് ഇറങ്ങുന്നത്. അതേപോലെ തന്നെ ഞങ്ങൾക്ക് 5 കിലോമീറ്റർ ചുറ്റളവിലുള്ള ചെറിയ റെസ്റ്റോറൻറ്റ്സിനെ, ചെറിയ ഹോട്ടൽസിനെ ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു ഡിവിഷൻ സ്റ്റാർട്ട് ചെയ്തു. അത് ഞങ്ങൾ അതിൻ്റെ പേര് തന്നെ എൻ നാട്ടുകട എന്നാണ്. അപ്പോൾ ആ ഒരു ചെറിയ ഷോപ്പിൽ എല്ലാ ബ്രാൻഡ്സ് സാധനങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരിട്ട് എല്ലാ റെസ്റ്റോറൻറ്റ്സിൻ്റെ അകത്തേക്ക് ചെന്നിട്ട് നമ്മൾ അവർക്ക് ആ അടുക്കളയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് ഉപ്പ് തൊട്ട് അല്ലെങ്കിൽ ഉള്ളി തൊട്ട് അല്ലെങ്കിൽ അരി തൊട്ട് അല്ലെങ്കിൽ അവിടെ പാക്ക് ചെയ്യുന്ന പാക്കറ്റ് തുടങ്ങി ഞങ്ങൾ എല്ലാ സാധനവും കൊടുക്കും. അപ്പോൾ അത് കുറച്ചും കൂടി അവർക്ക് നല്ലതാണ്. അപ്പോൾ അത് കുറച്ച് നന്നാവുമ്പോൾ അവർക്ക് ഒരാൾക്കിൽ നിന്നെല്ലാം മേടിച്ചാൽ മതി, അല്ലെങ്കിൽ അവർക്ക് ആ ഹോൾസെയിൽ ചെയ്യുന്നത് കുറച്ച് മേടിക്കും, ഇവിടുന്ന് കുറച്ച് മേടിക്കും. അപ്പോൾ ഞങ്ങളുടെ എല്ലാ ബ്രാൻഡ്സും എല്ലാ സാധനവും ഉണ്ട്. പിന്നെ രണ്ടാമത് കാര്യം, ഇപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാ കടയിൽ ചില പൊറോട്ട എന്ന് പറയുന്ന സാധനം മാവിൽ ഉണ്ടാക്കി പൊറോട്ട മേക്കർ വേണം. ഇപ്പോൾ നമ്മൾ അതിൻ്റെ മാവ് നമ്മൾ റോഡ് പോലെ, അറിയാലോ, നമുക്ക് അതിനെ ബീറ്റ് ചെയ്തിട്ട് ആ റോഡ് പോലെയുള്ള ആ ഡോ നമ്മൾ ആ മാവ് നമ്മൾ അങ്ങനെ ഫ്രോസൺ ചെയ്തിട്ടു കൊടുക്കും. അപ്പോൾ അത് നേരെ ഹോട്ടലിലെ ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് ചപ്പാത്തി പോലെ പരത്തിയിട്ട് ചുറ്റി കഴിഞ്ഞാൽ 32 ലെയറുള്ള പൊറോട്ടയാവും. അപ്പോൾ ദാറ്റ് മീൻസ് ഇത് കുറച്ചുകൂടി ഈസി ആയിട്ട് അടുക്കളയിൽ, അപ്പോൾ നമ്മൾ കുറച്ചുകൂടി അടുക്കളയുടെ അകത്ത് സ്റ്റാഫുകളെ കുറച്ചുകൂടി ഈസിയർ ആയിട്ട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യും. ഇപ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത വെജിറ്റബിൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പറയും എത്ര ഉള്ളി അരിഞ്ഞത് എന്നാൽ നല്ല. അപ്പോൾ കാലത്ത് ഞങ്ങളുടെ ആൾക്കാർ റെസ്റ്റോറൻറ്റിനകത്ത് ഇത്ര ഉള്ളി അരിഞ്ഞ് എത്തിച്ചു കൊടുക്കും, ഈ പൊറോട്ടയുടെ ഡോ എത്തിക്കും, ഇത്ര എത്തിക്കും. അപ്പോൾ അത് കുറച്ചുകൂടി അവർക്ക് ഈസിയാണ്, കോസ്റ്റ് എഫക്റ്റീവാണ്. അടുക്കളയിലെ ആൾക്കാർ കുറച്ചുകൂടി ടെക്നിക്കലി എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ വേണ്ടോട് നമുക്ക് ഒഴിവാക്കാം. പൊറോട്ട മേക്കർ ഇല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് തുറക്കാൻ പറ്റില്ല, പൊറോട്ട മേക്കർ വേണ്ട, എനിബഡി ക്യാൻ മേക്ക് ദിസ്. അപ്പോൾ ആ ഡോ എടുത്തിട്ട് അവർക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ കുറേ ഈസിയർ ആയിട്ടുള്ള കുറേ പ്രോഡക്ട്സ് ഡെവലപ്പ് ചെയ്തു. അതൊക്കെയാണ് പുതിയ സാധനങ്ങൾ. എന്തായാലും സാർ വളരെയധികം തിരക്ക് പിടിച്ച ഈ ഒരു സമയത്തും, കാരണം 2 രീതിയിലും തിരക്കിലാണ്, ബിസിനസ് പരമായിട്ടും ഔദ്യോഗികപരമായിട്ടും തിരക്കുകൾക്കിടയിലും നവകേരളയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം അനുവദിച്ച് തന്നതിനും, അതുപോലെ തന്നെ എനിക്കും ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു. കാരണം സാറിനോടൊപ്പം ഇരുന്ന് കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി, സംസാരിക്കാൻ പറ്റി, സാറിൻ്റെ വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ പറ്റി. അപ്പോൾ 2 മേഖലയിലും, സാറിൻ്റെ ബിസിനസ് രംഗത്തും അതേപോലെ തന്നെ ഔദ്യോഗികമായിട്ടുള്ള പുതിയ പദവിയിലും ഒത്തിരി ഉയരങ്ങളിലെത്താൻ ജഗദീശൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. താങ്ക് യു സോ മച്ച്.